ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ കൈയടിച്ചവർ ഇപ്പോഴൊരു സന്ദേഹത്തിൽപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. വേണ്ടിയിരുന്നോ? അതുകൊണ്ട് എന്താണ് നേടിയത്? പ്രധാനമായിട്ടും ഈ മരിച്ച ഖമേനിക്ക് കിട്ടുന്ന ജനപിന്തുണ, ഇറാനിലെ ജനങ്ങൾ, നാനാഭാഗത്തുമുള്ള ജനങ്ങൾ ഈ തെരുവുകളിലൊക്കെ ഇറങ്ങി കരഞ്ഞോട് നിൽക്കുന്നു, ഈ ഇങ്ങേരുടെ ചിത്രവുമൊക്കെ പിടിച്ചുകൊണ്ട്. എന്തായാലും 86 വയസ്സുള്ള ഒരു വയസ്സിനെ കൊന്നു, അതുകൊണ്ട് എന്താണ് നേടുന്നത്, എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളൊരു സന്ദേഹമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ജീവനുള്ള ഖമേനിയേക്കാൾ മരിച്ച ഖമേനിക്ക് ശക്തി കൂടുന്നത് പോലെയാണ് തോന്നുന്നത്. ജനങ്ങളുടെ പിന്തുണ കൂടുന്നു. ഇങ്ങേർക്കെതിരെ, ഇങ്ങേരുടെ ഭരണകൂടത്തിനെതിരെയുള്ള ആ അതിശക്തമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നവർ കൂടി ഇപ്പോൾ അയഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്ന ഒരു കാര്യം. എങ്ങനെയായാലും ഈ ഖമേനി മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു അധികാര മാറ്റം ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഖമേനി പോലെ തന്നെ സംഘടിതരായി സുശക്തരായി ഒരു ഭരണകൂടം അവിടെ നിലവിലുണ്ട്. സൈന്യം ശക്തമായിട്ട് നിലവിലുണ്ട്. അപ്പോൾ അവർ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പം 3 അമേരിക്കൻ സൈനികർ മരിച്ചു. ഇസ്രായേലിൽ 9 പേർ മരിച്ചു, ഇസ്രായേലിലെ ഒരു ഗ്രാമത്തിൽ. പിന്നെ കുവൈറ്റിൽ ഒരാൾ മരിച്ചു. UAE-യിൽ 3 പേർ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. അപ്പോൾ അങ്ങനെ ഈ മിഡിൽ ഈസ്റ്റ് മുഴുവൻ അസ്ഥിരപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. ഈ പെട്ടെന്ന് നമ്മൾ വിചാരിച്ച ഈ ഖമേനിയെ തട്ടിക്കളഞ്ഞാൽ ഉടനെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി, ഇറാൻ ഭരണകൂടം അമേരിക്കയും ഇസ്രായേലും പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കും, അവിടെ ഭരണമാറ്റമുണ്ടാകും, അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടും എന്നെല്ലാമാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാകുന്ന സ്ഥിതി കാണുന്നില്ല. ആകപ്പാടെ തെളിഞ്ഞ ഒരേ ഒരു കാര്യം, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ണുകളെ വെട്ടിച്ച് ഒരു വ്യക്തിക്കും, എത്ര ശക്തനായ വ്യക്തിയാണെങ്കിലും, ഇപ്പോൾ ആയത്തുള്ള എത്രയോ മുൻകരുതലുകൾ എടുത്തിരിക്കും, എന്നിട്ടും അവർക്ക് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. നമ്മുടെ തക്ഷകനെ പേടിച്ച് പരീക്ഷത്ത് കയറി ഒളിച്ചതുപോലെയാണ്. അപ്പോൾ ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഇവരുടെ കണ്ണുകൾ കണ്ടിരിക്കും. ആ ഒരു കാര്യം മാത്രമാണ് തെളിഞ്ഞത്. പക്ഷേ ബാക്കി ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടാവുന്നില്ല എങ്കിൽ അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിച്ചതെല്ലാം പൊളിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആവശ്യം ഒരു ഭരണമാറ്റം, വെറുമൊരു ഭരണമാറ്റമല്ല. ആയത്തുള്ള പോയിട്ട് അയാളുടെ മകൻ ആവുകയോ അല്ലെങ്കിൽ വേറൊരു ആയത്തുള്ള അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്ന അറാഫി എന്ന് പറഞ്ഞ് ആയത്തുള്ള അറാഫി. അപ്പോൾ അങ്ങനെ ഒരായത്തുള്ള പോയിട്ട് വേറൊരു ആയത്തുള്ള വരുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. ഈ ആയത്തുള്ള ഭരണം, ഈ മതഭരണം മാറിയിട്ട് ഒരു ജനകീയ ഭരണം, ജനായത്ത ഭരണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അതില്ലാതെ വീണ്ടും ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അതിഭീകരമായ മർദ്ദനവും അതിഭീകരമായ കൊലപാതകങ്ങളും ഒക്കെ ആയിരിക്കും അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ ആയത്തുള്ളക്കെതിരെയൊക്കെ പ്രകടനമൊക്കെ നടത്തിയവർ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അവരെയെല്ലാം പാതി വഴിയിലിട്ടിട്ട് അമേരിക്കയും ഇസ്രായേലുമൊക്കെ തിരിച്ചു പോരുമെന്ന് പോലും നമ്മൾ സന്ദേഹപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും അമേരിക്കയിൽ ഇപ്പം തന്നെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഈ പ്രസിഡന്റ് ചെയ്തതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവർ പ്രധാനമായിട്ടും പറയുന്നത് കോൺഗ്രസ്സിനാണ് യുദ്ധം പ്രഖ്യാപിക്കാനും യുദ്ധം തീരുമാനിക്കാനുള്ള അധികാരം കോൺഗ്രസ്സിനാണുള്ളത്. ഈവൻ ഇറാഖ് ആക്രമിക്കുന്നതിന് മുമ്പ് ജോർജ് W. ബുഷ് അത് കോൺഗ്രസ്സിൽ അവതരിപ്പിച്ച് കോൺഗ്രസിൻ്റെ അംഗീകാരം വാങ്ങിച്ചു. അന്ന് ഹിലരി ക്ലിൻ്റൺ പോലും അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആ അംഗീകാരത്തോടുകൂടിയാണ് ഈ യുദ്ധത്തിന് പോയത്. നേരെ മറിച്ച് ഇവിടെ കോൺഗ്രസിനോട് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു, പ്രസിഡന്റിൻ്റെ താല്പര്യമനുസരിച്ച് നിലപാടുകൾ എടുക്കുന്നു. അപ്പോൾ അത് അമേരിക്കൻ ഭരണഘടനയ്ക്കും അമേരിക്കയുടെ നിലപാടുകൾക്കും വിരുദ്ധമാണ്. അമേരിക്ക ഒരു രാജഭരണമൊന്നും അല്ല എന്ന് എബ്രഹാം ലിങ്കൻ്റെ ഒരു പ്രസ്താവന 1848 പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് ഏതോ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അന്നും ഇതുപോലത്തെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു രാജഭരണമല്ല, അപ്പം ജനകീയ ഭരണമാണ്, അവിടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസിഡൻറ്റിൻ്റെ ഏകാധിപത്യപരമായ തീരുമാനത്തിന് വിടേണ്ട കാര്യമില്ല, വിടുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രസിഡൻറ്റിന് അധികാരം കൊടുത്തില്ലെങ്കിൽ പിന്നെ എല്ലാവരോടും ചോദിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു കാര്യവും. എങ്ങനെയായാലും മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി, അപ്പോൾ ഇത് കലാശിക്കും. കാരണം യുദ്ധങ്ങളൊക്കെ എവിടെയാണ് കലാശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് രീതിയിൽ ഇത് അവസാനിക്കും എന്നാണ് ഇപ്പോൾ നമുക്കറിയേണ്ടിയിരിക്കുന്നത്. കുറേ നാളത്തേക്ക് പോരാടാനുള്ള ശക്തി എല്ലാം ഇറാഖിനുണ്ട്. അവർക്കും അവരുടെയിലും സാധനങ്ങളും സാങ്കേതിക വിദ്യയും എല്ലാം ഉണ്ട്. അപ്പോൾ കുറേ നാൾ പോരാടുക എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ മരിക്കുക. അമേരിക്കൻ സൈനികർ 3 പേര് മരിച്ചു. അപ്പോൾ തന്നെ ജനാഭിപ്രായം എതിരാകും. ഒരു 10 പേര് മരിച്ചു കഴിഞ്ഞാൽ അമേരിക്ക പ്ലേറ്റ് നേരെ തിരിച്ചു വെക്കും, ട്രംപിനെതിരെ തിരിയും. നമ്മുടെ ആളുകൾ മരിക്കുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ
ഈ അഭിപ്രായം മാറുകയും പിന്നെയും ഈ ഭരണകൂടം ഇറാനിൽ തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ മാനവരാശിക്ക് ഗുണമല്ല, അവർക്കും ഗുണമല്ല. മൊത്തത്തിൽ സ്ഥിതി വഷളാകുന്ന ഒരു അവസ്ഥയായിരിക്കും പിന്നീട് വരാൻ പോകുന്നത്. നേരെ മറിച്ചൊരു ജനാധിപത്യത്തിലേക്ക് ഉള്ളൊരു മാറ്റം, ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ എത്രയോ നല്ലൊരു കാര്യം. പക്ഷെ അതിപ്പോൾ തൽക്കാലം ഉണ്ടാകുമോ? ഈ ഇങ്ങേരുടെ മരണം അതിനാക്കം കൂട്ടുന്നതിന് പകരം അതിനെ തളർത്തിക്കളയുകയാണോ ചെയ്തതെന്നാണ് ഇപ്പോഴത്തെ സന്ദേഹമായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഈ മറ്റ് രാജ്യങ്ങളിലുള്ള ഇവരുടെ ആക്രമണം, ഇറാൻ്റെ ആക്രമണം നടക്കുന്നത്. ഇപ്പോൾ UAE-യിലും മറ്റും ആക്രമണം നടത്തുന്നത് നമുക്കറിയാം. ഈ മനുഷ്യരാശിയുടെ ബുർജ് ഖലീഫ UAE അവരുടേതാണ്. ഓഫ് കോഴ്സ് നമുക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, ആ രാജ്യക്കാരുടേതാണ്. പക്ഷേ അത് മനുഷ്യരാശിയുടെ ഒരു അഭിമാനമായിട്ടുള്ള കാര്യമല്ലേ അത്? എത്രയോ മനോഹരമായ, എത്രയോ ഗംഭീരമായ ഒരു കാര്യം. അത് എത്രയോ നൂറുകണക്കിന് വർഷങ്ങൾ നിലനിൽക്കേണ്ട ഒരു കാര്യം. അങ്ങനെയൊക്കെയുള്ള സൗധങ്ങൾ കാരണം ഇവിടെ അമേരിക്കയിൽ 9/11 നമ്മൾ നേരിട്ട് കണ്ടതാണ്. 2 കെട്ടിടങ്ങൾ, അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളായിരുന്നു അത് വന്ന് തകർക്കുന്നത്, ആളുകൾ മരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ ഖേദകരമായ കാര്യം തന്നെ. അപ്പം ബുർജ് ഖലീഫയ്ക്കൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ അവരെ ഒഴിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇതൊന്നുമില്ല. പക്ഷേ ഈ UAE, പിന്നെ ദുബായ്, അബുദാബി അതുപോലെയുള്ള രാജ്യങ്ങൾ ആ മേഖല മുഴുവൻ വളരെ ഒരു സേഫ് ഹാവൻ, അവിടെ പോയി സുരക്ഷിതമായിട്ട് ജീവിക്കാമെന്നുള്ളൊരു ചിന്താഗതി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ സുരക്ഷിതത്വ ബോധം ആണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ മേഖലയിലും യുദ്ധവും പ്രശ്നങ്ങളും വരാം. പിന്നെ മറ്റു രാജ്യങ്ങളിലെ പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് ആ മേഖലയും മാറാമെന്നുള്ളൊരു ഒരു അവസ്ഥയും കൂടി കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ആ മേഖലയ്ക്കുള്ള ഒരു പ്രാധാന്യത്തിന് കുറവ് വന്നിരിക്കുന്നു. ഒരുപക്ഷെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും ഒക്കെ ഇത് പിന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ഇനി ഇപ്പം അടിയന്തരമായിട്ടുള്ളത് എണ്ണവില കൂടുമെന്ന് എന്നുള്ളതാണ്. എന്തായാലും ഒപ്പക്ക് രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത്, അതിനെതിരെ ബ്രിട്ടനും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായാലും ഇറാന് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളൊന്നുമില്ല. അവരൊരു ചെറിയ രാജ്യമാണ്, 9 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ രാജ്യമാണ്. അത് അവർ അംഗീകരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവർ ഒത്തുതീർപ്പും ഇനി ഇപ്പോൾ ഖമനേയി പോയി, ഇനി പിന്നെ അമേരിക്കയുമായും ഇസ്രായേലുമായിട്ടുമൊക്കെ ഒരു ഒത്തുതീർപ്പും ഒരു മാന്യമായ പിന്നെ ഒരു പിന്മാറ്റവുമാണ് ഇനി എന്തുകൊണ്ടും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ കൂടുതൽ ലോകത്തിന് മൊത്തം ദോഷം ഉണ്ടാവുക, അവർക്കും ദോഷം ഉണ്ടാകും, മറ്റുള്ളവർക്കും ദോഷം ഉണ്ടാകും. അതല്ലാതെ ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ അതിന് പുറമേ പിന്നെ ഇറാൻ തീരെ അധികാരമൊന്നുമില്ലാത്തൊരു സ്ഥലമായി കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ISIS-ഉം അതുപോലെയുള്ള ഭീകരന്മാരെല്ലാം കൂടെ ശക്തിപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയും നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ ഒരു ഭരണമാറ്റവും, ആ ഭരണമാറ്റം ജനാധിപത്യത്തിന് അനുകൂലമായ ഒരു മാറ്റവുമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.